ഒരു കളറൊന്ന് ചേഞ്ച് ആകുമ്പോഴത്തേക്കും ഇനി അടുത്ത് നമുക്ക് ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ചെറുതായിട്ട് ഉള്ളി ഒന്ന് അരിഞ്ഞത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് ഇളക്കി ചേർക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നൊരു കറിയാണ്. കടുകൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ സവാള ഒന്ന് മൂക്കണം. നേരത്തെ കടുക് എന്ന് പറഞ്ഞെങ്കിൽ കടുക് മൂത്ത് പൊട്ടിക്കഴിഞ്ഞു. ഈ സവാള ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സവാള നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. മുളക് പൊടിയൊന്നും ഒത്തിരിയൊന്നും വേണ്ട, കുറച്ച് മതി. അതിലേക്ക് പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം. ശേഷം നമുക്ക് തേങ്ങ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്കിതിലേക്ക് ചേർക്കാനുണ്ട്.